സുഹൃത്തുക്കളെ, നല്ല അടിപൊളി കൊക്കോ കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ടോ? ഇതിങ്ങനെ ഈ കാണുന്ന പോലൊന്നുമല്ല. ഇവനെ തൂക്കി നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ തൂക്കം എത്രയാണെന്ന്. ഈ ജാതി കൊക്കോ വേണം നടാൻ. ഇങ്ങനത്തെ കാ കിട്ടാൻ കണക്കിനുള്ള അരി നട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ കണ്ടോണേ, ഇതിപ്പം ഞാനിപ്പോൾ തൂക്കും. കമ്പ്യൂട്ടർ ആശാൽ ഇപ്പോൾ തൂക്കും. അതിൻ്റെ തൂക്കം കണ്ടോണം, ഒരൊറ്റ കൊക്കോയാണ്. ആ ഒരു കൊക്കോയുടെ തൂക്കം ഇപ്പം തന്നെ കാണാം. ഇതാ നോക്കിക്കോ, ആരും ഞെട്ടരുത് കേട്ടോ. സംഭവം ഒറ്റ കിലോ ഉണ്ട്, കണ്ടോ? ഒരു കാ 1 കിലോ. ഇങ്ങനത്തെ കായ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പരിപ്പ് എന്തോരം കിട്ടുമെന്നറിയോ? അതിനകത്തുനിന്ന് പരിപ്പ് 1/2 കിലോ പരിപ്പ് കിട്ടും. 2 കായുണ്ട് 1 കിലോയാണ്. 2 കായ്ക്ക് 1 കിലോ കിട്ടും. ആ ജാതി കായാണ് ഈ കിടക്കുന്നത്, കണ്ടോ? നമ്മൾ നടുമ്പം കൊക്കോ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നല്ല നീളമുള്ള കാ നമുക്ക് എടുക്കണം. അതെടുത്തിട്ട് പാകണം. നന്നായി പരിപ്പുള്ള കായ, നിറച്ച് കായ്ക്കുന്നത്. അതിങ്ങനത്തെ വലിപ്പമുള്ള കൊക്കോയുടെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അടിപൊളി കായ എടുത്ത് പാകുക. അതിൻ്റെ ആ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഫലം തന്നെ കിട്ടും. മിക്കവാറും കൊക്കോയൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. എന്തായാലും അങ്ങനത്തെ ഒരു 10 നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണമെങ്കിലും നല്ല കൊക്കോ ഇതേ രീതിയിൽ തന്നെ കിട്ടും. ഇങ്ങനത്തെ നട്ടുപിടിപ്പിക്കുക. ഇത് കണ്ടോ, ഇത് കുറച്ച് പ്രായമായ കൊക്കോയാണ്. ഇതിൽ കാ നിറച്ചുണ്ട്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങി. ഇതിപ്പോൾ പിന്നെ ഇപ്പോൾ പറിക്കാൻ തുടങ്ങണം. നിറച്ച് കായുണ്ട്. ഞാൻ ആ കാണിച്ച രീതിയിലുള്ള കൊക്കോയാണ് നമ്മൾ എൻ്റെ അരി എടുത്തിട്ടാണ് പാകുന്നതെങ്കിൽ ഇതുപോലത്തെ ഇത്രയും വലിപ്പമൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ, ഒരു കൊക്കോയിൽ നിന്ന് എത്ര കിലോ കൊക്കോ കിട്ടുമെന്നറിയോ? കൊക്കോ കൃഷി നഷ്ടമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അതിന് ലേശം വില ഇപ്പം പുറകോട്ട് കുറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വില ഇല്ല ഈ കൊല്ലം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം നല്ല വില കിട്ടി, കർഷകർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കൊല്ലം അത് കുറവ് വന്നു. ഇപ്പം ഈ കൊല്ലം വീണ്ടും കുറഞ്ഞിരിക്കുക. അതിനൊരു മിനിമം വില നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർഷകർക്ക് ഈ വില നല്ല വിലയായിരിക്കും. കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം കിട്ടിയ വില 1000 രൂപ വില ഉണങ്ങിയ കൊക്കോയ്ക്ക് കിട്ടി. ഈ കൊല്ലം 270 കേൾക്കുന്നത്. എത്ര ബേക്കോട്ട് വന്നു. അതൊരു കർഷകന് നിരാശ വരുത്തുന്ന സംഗതിയാണ്. അതുകൊണ്ട് കൊക്കോ കർഷകരെ സഹായിക്കുക. കമ്പനിക്കാർ ഒരു ന്യായമായ വില ഇട്ട് കൊടുക്കുക. ഇതിനും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഇത് പറിച്ച് പൊട്ടിച്ച് ഉണങ്ങിയൊക്കെ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ഇത് 35 കൊല്ലം മുമ്പ് 35 രൂപ വില ഉണ്ടായിരുന്നു 1 കിലോ പച്ചക്കായ. ഇപ്പോൾ 75 രൂപ എങ്ങാണ്ട് ഉള്ളെന്നാണ് കേട്ടത്. അതെന്താണേലും മോശമായിപ്പോയി. എല്ലാവരെ കൊണ്ടും കൊക്കോ കൃഷി ജയിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമൊക്കെ ആയിട്ട് ആളുകൾ ഇഷ്ടംപോലെ കൊക്കോ വെച്ചു. അതെല്ലാം ഇപ്പോൾ വളർന്നു തുടങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ അത് വെട്ടുമോ? മോഹവിലയെല്ലാം കാണിച്ച ആളുകളെല്ലാം കൃഷി ചെയ്യും. എന്നിട്ട് ഇപ്പം വില നേരെ താഴോട്ട്. അതൊക്കെ ഒരു തരം ചതിയാണ്. നട്ട ഉൽപ്പന്നം ഇനിയിപ്പം വെട്ടിക്കളയാൻ പറ്റുമോ? അറ്റ കൈക്ക് ആളുകൾ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് കർഷകരെ സഹായിക്കുക. അവർക്ക് പരമാവധി വില ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അവർ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടിയില്ലെങ്കിൽ അവരാകെ തകരും. കർഷകനെ സംബന്ധിച്ച് വേറെ മാർഗങ്ങളൊന്നുമില്ല. പാവപ്പെട്ട കർഷകർക്ക് ചിലപ്പം കുറച്ച് കൊക്കോയോ കുറച്ച് കുരുമുളകോ കശുവണ്ടിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിന് ആ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം വലിയ വിഷമം തന്നെയാണ്. അതുകൊണ്ട് കർഷകരെയും കൂടെ സഹായിക്കുക. എല്ലാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് തന്നെ കർഷകർ കൊണ്ടാണ്.